ആരാണ് മുഖ്യമന്ത്രി കസേരയിൽ? 102 എന്ന വലിയ സംഖ്യയിലേക്ക് വിജയമെത്തിച്ച നേതാവിനെ വഴിയിൽ ഉപേക്ഷിച്ച് അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴി തെളിച്ചൊരു തീരുമാനമാകുമോ ഹൈക്കമാൻഡിന്റെ തെളിച്ചമുള്ള തീരുമാനം? ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഭരിക്കാനുള്ള സംഖ്യയിലേക്ക് എത്തിച്ച കേരളത്തിലെ അപാലവൃദ്ധം ജനങ്ങളും യുവാക്കളും പ്രതീക്ഷയോടെ കണ്ട നേതാവിനെ പിന്തള്ളിയാകുമോ തീരുമാനം? ചക്കോജി പുതിയ മന്ത്രിസഭയുടെ ഭാഗമാക്കണം, അതിൽ ആർക്കും തർക്കമില്ല, അല്ലേ? ഒരിക്കലുമില്ല. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് മറ്റെന്തും. രാഹുൽ ഗാന്ധി കോൺഗ്രസ് മാഞ്ഞു പോകുന്നത് വോട്ട് കൊള്ളയിൽ മാത്രമല്ല കേട്ടോ. മധ്യപ്രദേശും രാജസ്ഥാനും കാവി പൊതിഞ്ഞത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ മതി. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇതാണോ ടീം UDF? താങ്കൾ നയിക്കുന്ന ഈ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ ജനവികാരം മാനിക്കുമോ എന്നുള്ളതാണല്ലോ. ജനവികാരം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ മാനിക്കപ്പെടുന്നേ. എന്നാ പിന്നെ പേടിക്കണ്ട. ജനവികാരം അളക്കുന്നതിനുള്ള നമ്മുടെ മുന്നിലുള്ള വ്യവസ്ഥാപിതമായ ഏകകം എന്ന് പറയുന്നത് MLA-മാരാണ്, അവരുടെ അഭിപ്രായമാണ്. ഞാൻ ഏതായാലും മാമച്ചന് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. ആൾക്കൂട്ടത്തെ ഇറക്കി വിട്ട് ഇതാണ് ജനവികാരം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഈ ആൾക്കൂട്ടത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് കുറച്ച് പിന്നോട്ട് പോകേണ്ടി വരുമെന്നേ. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി, അന്ന ഹസാരയ്ക്ക് വേണ്ടി ഓടിക്കൂടി ആൾക്കൂട്ടം എവിടെയാ? ഇത്തരം അരാഷ്ട്രീയമായ ആൾക്കൂട്ടങ്ങളാണോ നമ്മുടെ അജണ്ട നിശ്ചയിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രതിഷേധങ്ങളെ അരാഷ്ട്രീയ പ്രതിഷേധമായിട്ടാണ് അങ്ങ് കാണുന്നത്, അല്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സ്മൃതി അതിനെ അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ DS അച്യുതാനന്ദന് വേണ്ടി നടന്ന ആ പ്രതിഷേധത്തെ, തെരുവിലിറങ്ങിയ പ്രതിഷേധത്തെ, അതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതെ ഒക്കെ നിങ്ങൾ ആ ഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി അതിനകത്തു നിന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ നിങ്ങൾ സ്വീകരിക്കും, നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ഇതെന്ത് ജനാധിപത്യ രീതിയാണ്? സ്മൃതി, അതിനൊരു ഉത്തരമുണ്ട് സ്മൃതി. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നതാണോ? ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ആ പ്രതിഷേധം നടത്തിയ ആളുകളെ പാർട്ടി കണ്ടെത്തി നടപടിയെടുത്തിട്ടുണ്ടെന്നേ. അത് ഒന്നും രണ്ടും ഇടത്ത് നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര നടപടിയാവും? ഈ തെരുവിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് മുഴുവൻ പേരെണ്ണി ആളെണ്ണി നിങ്ങൾ നടപടിയെടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ 102 എന്ന സംഖ്യ കുറയ്ക്കേണ്ടി വരുന്നേ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് 63 എന്ന അക്കം നൽകിയവരൊക്കെ തന്നെയാണ് തെരുവിലിറങ്ങിയവർ. അവരെ നിങ്ങൾ ഇപ്പോൾ നിഷേധിക്കുകയാണോ? അവരെ തള്ളിക്കളയുകയാണോ? അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ജനവികാരത്തെ കുറിച്ച് നിങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളും ആകാം. നമ്മളുടെ മുന്നിൽ കോൺക്രീറ്റ് ആയ ഒരു ജനവികാരം എന്ന് പറയുന്നത് എന്താ? ജനപ്രതിനിധികൾ എന്താണെന്ന് അറിയോ? ഒരു MLA-മാരെ പോലും അഭിപ്രായം പറയുന്നതിന് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഇനി മണ്ഡലം കാണില്ല എന്ന് പറയാ. അതിനൊന്നും ഇല്ലേ? ഒരു MLA-മാരെ പോലും അഭിപ്രായം പറയുന്നതിന് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഇനി മണ്ഡലം കാണില്ല എന്ന് പറയാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലേ. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയല്ല, ആൾക്കൂട്ടം ഉണ്ടാക്കിയ പാർട്ടിയല്ല. ആ പാർട്ടിക്ക് നാളെ അധികാരം കിട്ടും. നിങ്ങൾ നാളെ ഉപതെരഞ്ഞെടുപ്പ് തോൽപ്പിക്കും. അതുകൊണ്ടായിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഉദാഹരിക്കുന്നത്. ഇവിടെ ജനപിന്തുണയുള്ള ഒരു നേതാവ്, പണപിന്തുണയുള്ള മറ്റൊരു നേതാവ്. പണമുള്ളവൻ്റെ കൂടെയാണ് MLA-മാർ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ നിൽക്കുന്നത് MLA-മാർക്കും ഈ പണമുള്ള നേതാവിനും എതിരായിട്ടാണ്. അതൊരു സത്യം മാത്രം. ഭൂരിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഭൂരിപക്ഷവുമായി മുഖ്യമന്ത്രിയുമായി, ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും BJP അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ശക്തിപ്പെടുന്നത് നോക്കാൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ 14 രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിച്ച് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കോമാളിത്തരമാണ് ഓരോ സ്ഥലത്തും നടത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടപ്പെട്ട ആളാണ്. രണ്ടുപേർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രി ആവുന്ന ഒരു ആഗ്രഹം തോന്നി. ആ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാനായിട്ട് ഹൈക്കമാൻഡ് തയ്യാറായി. അതിനുള്ള ആ ഒരു പൊറാട്ട് നാടകമാണ് ഇവിടെ നടക്കുന്നത്. പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലോ വോട്ട് ചെയ്ത ആളുകളുടെ ഇടയിലോ യാതൊരു ജനപിന്തുണയും ഇല്ലാത്ത ഒരു നേതാവിനെ നൂലിൽ കെട്ടിയിറക്കാനുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കോമാളിത്തരമൊക്കെ നടത്തുന്നത്.
ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. അയാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയ കുറേ MLA-മാർ സംഗതി വശാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി കൈമുക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകൾ വെറും വിഡ്ഢികളൊന്നുമല്ലല്ലോ. വയറ്റത്തല്ല തലമണ്ട പൊട്ടിക്കേണ്ട പണിയായത് വേണോ. 102 എന്ന അക്കം അപ്രതീക്ഷിതമായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഉറപ്പായിരുന്നു 100 എന്നതും 100 കടക്കും എന്നുള്ളതും. അങ്ങനെ കണക്ക് പറഞ്ഞൊരു നേതാവാണ് ഇപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നത് എന്നതും കൂടിയാണ് നമ്മുടെ മുന്നിലെ സത്യം. ഇവിടെ സംഭവിച്ചത് എന്താ? തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA-മാർക്ക് പുറമെ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത ഒരു മൂന്നാമൻ. ഈ മൂന്നാമനാകട്ടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA-മാരെക്കാൾ ശക്തനുമാണ്. ശക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായിട്ട് അദ്ദേഹം ഈ 2 പേരെക്കാൾ വളരെ ശക്തനാണ്. ജനങ്ങളുടെ സ്വീകാര്യതയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയെക്കുറിച്ച് അല്ല. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. അദ്ദേഹം ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതാണ് ഇവിടുത്തെ ഈ പ്രശ്നത്തിന്റെ ഒരു മൂല കാരണം. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഉള്ള കാര്യങ്ങൾ, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള റേസിൽ ഞാനാണ് ഒന്നാമൻ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനെവിടെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ. ഇതിനകത്ത് പട നയിച്ചത് ആരാണ്, അല്ലെങ്കിൽ ജനം അംഗീകരിക്കുന്ന ആരാണ്, ഘടകകക്ഷികൾ അംഗീകരിക്കുന്ന ആരാണ് എന്ന ചോദ്യത്തിനൊക്കെ ഒറ്റ ഉത്തരവേ ഉള്ളൂ സ്മൃതി. അത് തീർച്ചയായിട്ടും VD സതീശൻ എന്നാണ് ഉത്തരം. മറിച്ചായാൽ ജനത്തെ പറ്റിക്കുന്ന തീരുമാനം എന്നതാണോ അങ്ങയുടെ അഭിപ്രായം ശ്രീ പുടിപാറ? മറിച്ചായാൽ ജനത്തെ പറ്റിക്കുന്ന ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. നോക്കിയിട്ട് തന്റെ കാര്യം പോകാം. അപ്പോൾ ഇതിനകത്ത് അമ്പയറുടെ റോളായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ KC വേണുഗോപാലിനുണ്ടായിരുന്നു. അമ്പയർ അതുവരെ കളി നിയന്ത്രിച്ച ആള് കളി കഴിഞ്ഞപ്പോൾ കപ്പെടുക്കാൻ വരുന്നത്. പണിയെടുത്ത ആൾക്ക് വേണം പ്രതിഫലം. ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ AICC വിലയിരുത്തുന്ന പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് പോലെ ഇതാരും പ്ലാൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഇതൊരു സ്വാഭാവിക പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അണികളുടെ വൈകാരിക പ്രകടനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം അത് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. ഞങ്ങൾ കൊടുത്ത പിന്തുണ, ഞങ്ങൾ കൊടുത്ത വിശ്വാസം അത് തിരിച്ചു തരുന്നില്ല എന്നുള്ളൊരു നിരാശയിൽ നിന്ന് ഉയരുന്ന ഒരു ആക്രമണോത്സുകത, ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേകം അന്തസ്സൊക്കെ ഉണ്ടാവുന്നേ? ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചതും തളർത്താൻ ശ്രമിച്ചതും തകർക്കാൻ ശ്രമിച്ചതും ഒക്കെ ആരെയാണ്? യഥാർത്ഥത്തിൽ അവർ പോലും യഥാർത്ഥ എതിരാളിയായി കണ്ടത് VD സതീശനെയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? VD സതീശനെ തകർത്താൽ UDF-ന്റെ ആത്മവിശ്വാസം തകർക്കാമെന്ന് വിശ്വസിച്ച ആ ഒരു ഗെയിം പ്ലാൻ പോലും അവർ പയറ്റി പല പേരുകൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും അദ്ദേഹം ഏറ്റുവാങ്ങിയ കല്ലേറുകൾക്ക്, ആക്ഷേപങ്ങൾക്ക്, പുലഭ്യങ്ങൾക്ക് പോലും ഒരു കണക്കുമില്ല. ഞങ്ങളുണ്ട് കൂടെ. എന്നിട്ടും അവസാനം വന്നപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാൻ പാർട്ടിക്ക് ഒരു താല്പര്യമില്ല എന്ന് വന്നാൽ വല്ലാത്തൊരു കൃതജ്ഞത തന്നെ, വല്ലാത്തൊരു നന്ദികേടെന്ന് എനിക്ക് പറയാൻ കഴിയും. പോയി ചത്തുടടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.